ഭർത്താവിന് സ്വന്തം അച്ഛനെ വലിയ പേടിയാണ്. പക്ഷേ അതുകൊണ്ട് മരുമകൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക? ചിലപ്പോൾ ഗുണം ഉണ്ടായാലോ? എന്തായാലും നമുക്ക് രേഷ്മയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് രേഷ്മ. യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെയും കുട്ടികൾ ആയിട്ടില്ല. ഞാനൊരു സ്വകാര്യ സ്കൂളിൽ ടീച്ചറായിരുന്നു. വീട്ടിൽ കുറേയധികം സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കല്യാണം ഉടനെയൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വിവാഹത്തെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളുമില്ല. എങ്ങനെയെങ്കിലും കടമൊക്കെ തീർത്ത് അടിച്ചു പൊളിച്ച് പോയാൽ മതി. പലരും എൻ്റെ പിറകെ നടന്നിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഉദ്ദേശം കല്യാണം കഴിക്കുക എന്നുള്ളതായിരുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ വമ്പൻ കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. നാട്ടു നടപ്പല്ലേ. എനിക്ക് അതിൽ വിശ്വാസമില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ എന്നെ നിർബന്ധിച്ചതുമില്ല. കാര്യം, ഞാൻ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒന്നുകൂടി കുളമാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആലോചന. അതും ഒത്തിരി താമസിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോഴാണ് ദല്ലാൾ എന്നെ മാറ്റി നിർത്തി പറഞ്ഞത്, ചെക്കന് സർക്കാർ ജോലിയുണ്ട്, പഠിപ്പിസ്റ്റാണ്. പക്ഷേ മോളെ ഇൻട്രോവേർട്ടാ. അധികം ആൾക്കാരോട് ആരോടും മിണ്ടില്ല. വീട്ടിലുള്ളവരോട് തന്നെ കഷ്ടിച്ച് കുറച്ച് സംസാരമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, അല്ല അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്താ? അങ്ങേരും മിണ്ടില്ല, ഞാനും മിണ്ടില്ല. ഇതെന്താ നിശബ്ദ ചിത്രം വല്ലതുമാണോ? അതല്ല മോളെ, നിനക്കിതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാകും. നല്ലൊരു ഫാമിലിയാണ്. സ്വത്തിഷ്ടം പോലെയുണ്ട്. അച്ഛനും റിട്ടയറായ ആളാണ്. അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു. VRS എടുത്ത സ്ത്രീയാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെക്കൻ്റെ കല്യാണം എന്താ ഇതിനു മുമ്പ് നടക്കാതിരുന്നത്? അത് പിന്നെ മോളെ, പലയിടത്തും പോകുമ്പോൾ ചെക്കൻ മോങ്ങിയെപ്പോലെ ഇരിക്കുകയാണ്. അപ്പോൾ പല പെണ്ണുങ്ങൾക്കും ഇഷ്ടമല്ല. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്ന ആണുങ്ങളെയല്ലേ പ്രിഫർ ചെയ്യുന്നത്. അത് കൊള്ളാം. വേറെ ആർക്കും വേണ്ടാത്തൊരു ചെക്കനെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. അത് കൊള്ളാം. വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നത് നീയല്ലേ? അപ്പോൾ ഇങ്ങനൊരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ബോണസ് അല്ലേ? അവനെ കൊണ്ട് യാതൊരു ശല്യവുമില്ല. ശരിക്കും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാത്ത പോലെ നിനക്ക് ജീവിക്കുകയും ചെയ്യാം. അവൻ നിൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല. പിന്നെ അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് സമ്പത്തൊക്കെ നിനക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങേർക്ക് യാതൊരു കഴിവുമില്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. നിൻ്റെ മിടുക്ക് പോലിരിക്കും. നിനക്ക് മിടുക്കുണ്ടെങ്കിൽ അവനെ മാറ്റിയെടുക്കാം. അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും ഇത് വലിയൊരു പുളിങ്കൊമ്പാണ്. ഇത് വിട്ടുപിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കല്യാണം ഉടനെയൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറേ ആലോചനകളൊക്കെ കൊണ്ടുവന്നാണ്. എല്ലാം അവിടെയും ഇവിടെയൊക്കെ പ്രശ്നങ്ങളായി തള്ളിപ്പോയതാണ്. എന്തായാലും പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ജീവിതം ഒരു പരീക്ഷണമാണ്. വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതയൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പ്രശ്നമുള്ള ഒരാളെ ആണെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട് രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു. ഞാൻ ഇഷ്ടമാണോ എന്ന് ചെക്കനോട് ചോദിച്ചു. അപ്പോൾ ഇഷ്ടക്കേടൊന്നുമില്ല എന്ന് പറഞ്ഞു. അതല്ലാതെ വെളിയോ പറച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. കാണാൻ തെറ്റില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ അധികം സംസാരിക്കില്ല. എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടോയെന്ന് ദൈവത്തിനറിയാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഇനി കുളിച്ച് കയറാം. പക്ഷേ അമ്മായിച്ചനും അമ്മായിമ്മയും വളരെ സ്മാർട്ടാണ്. 2 പേരും തീരെ ചെറുപ്പക്കാരാണ്. അമ്മായിച്ചൻ്റെ സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ, അവനെ നീ മാറ്റിയെടുക്കണം. കാര്യം, എല്ലാ സമയത്തും നീ അവൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഇത്തിരി പ്രായമായല്ലോ. അവന് അവൻ്റെ പ്രൈവസിയിലിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ സ്വഭാവമായിപ്പോയി. വ്യക്തിത്വ വൈകല്യങ്ങളില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും കുഴപ്പം കാണുമായിരിക്കാം. എന്നാലും നോർമൽ ആൾ തന്നെയാണ്. നല്ല ബുദ്ധിയുമുണ്ട്. അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ അയാൾ എന്നെ തഴുകി തലോടി പറഞ്ഞപ്പോൾ ഞാനും ഒരു പരീക്ഷണത്തിന് ഇറങ്ങി തിരിച്ചു. എന്തായാലും കല്യാണം കേങ്കയമായി നടന്നു. ഭർത്താവിൻ്റെ ന്യൂനതകളൊന്നും ആരും ശ്രദ്ധിച്ചില്ല. എനിക്ക് വലിയൊരു സൗഭാഗ്യം കിട്ടിയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കടങ്ങളും അവർ വീട്ടിൽ തന്നു. അതുമാത്രമല്ല, വീടൊക്കെ റിനോവേഷൻ ചെയ്യാനുള്ള കാശ്, സ്വർണം എല്ലാം ഇങ്ങോട്ട് തരികയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അസൽ ഭാഗ്യവതിയാണെന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കല്യാണം കഴിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭർത്താവ് വളരെ ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. പക്ഷേ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഗുഡ് നൈറ്റ് പറയും, കിടന്നുറങ്ങും. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ 10 ദിവസം. എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകും. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ, വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടാണ് വിരുന്നെല്ലാം. അവിടെ ഓഫീസിൽ എന്തോ വലിയ തിരക്കാണെന്ന്. ഒരു ദിവസം ഞാൻ ചോദിച്ചു, അല്ല ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരോടും മിണ്ടാറില്ല, ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നു, നിങ്ങൾ ഓഫീസിൽ എന്ത് മലയാണ് മറയ്ക്കുന്നതെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി അത്ഭുതത്തോടുകൂടി എന്നെ നോക്കി. എൻ്റെ നാക്കിൻ്റെ നീളം പുള്ളിക്കറിയില്ലല്ലോ. അന്നേരം ഒന്നുമില്ലെന്ന് വെറുതെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു.
ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല. ഇങ്ങനെയുള്ള ആളുകൾ കല്യാണം കഴിച്ചിട്ട് എന്താകാനാണ്? പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും. നിങ്ങളിങ്ങനെ ഇരുന്നാൽ പോരാ, നിങ്ങൾ നന്നായി സംസാരിക്കണം, നിങ്ങൾക്ക് സംസാരശേഷിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അടുത്തിരുന്നത് ഇഷ്ടപ്പെട്ടില്ല. പിന്നൊരു കാര്യമുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പോലും ബാത്റൂമിൽ പോയിട്ടാണ് പുള്ളിക്കാരൻ ചേഞ്ച് ചെയ്യുന്നത്. അതൊന്നും എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാനങ്ങ് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ 1 മണിക്കൂർ എൻ്റെ താണ്ഡവമായിരുന്നു അവിടെ. ഇങ്ങനെയാകരുത്, ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കുകയാണോ? നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടല്ലോ, PSC എഴുതി നിങ്ങൾക്ക് ജോലി കിട്ടി, ഓഫീസിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നു, ഓഫീസിൽ തിരക്കാന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എവിടാ കുഴപ്പം? എന്തിൻ്റെ കുഴപ്പമാ എന്നൊക്കെ ചോദിച്ച് ഞാൻ കിടന്ന് കയർത്ത് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, അച്ഛൻ കേൾക്കുമെന്ന്. ഞാൻ പറഞ്ഞു, അച്ഛൻ കേൾക്കട്ടെ, അച്ഛൻ എന്താ ആരെയാണോ? എനിക്ക് ലോകത്തിൽ ആരെയും പേടിയില്ല. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു തന്നെയാണ്. നിങ്ങൾ നന്നാകുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ അച്ഛൻ പോലും എന്നോട് വന്ന് പറഞ്ഞത് നിങ്ങളെ നന്നാക്കിയെടുക്കണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ പണ്ട് ഒരു ടെററായിരുന്നു. ചെറിയ കാര്യത്തിന് പോലും വാശിയും നിർബന്ധവും പിടിക്കും. അതുമാത്രമല്ല, ആ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്തേ പറ്റൂ. എനിക്കൊരു സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു. പഠിക്കുക, ജോലി നേടുക, ഇത് മാത്രമായിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് വളർന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോവേർട്ടായി മാറിയത്. അത് കൊള്ളാം. കാരണം എന്തായാലും അച്ഛൻ നല്ല രസമുള്ള ആളായിട്ടാണല്ലോ എനിക്ക് തോന്നിയത്. എന്നോട് തഴുകി തലോടി വളരെ സ്നേഹത്തോടുകൂടിയാണ് സംസാരിച്ചത്. അത് അച്ഛന് പ്രായമായപ്പോൾ ഉണ്ടായ മാറ്റമാണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ മാറണ്ടേ? പണ്ടച്ഛൻ അങ്ങനെ ആയിരുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോഴും നിങ്ങളത് ഓർത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. മനുഷ്യനായി കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും മാറണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മൈതാന പ്രസംഗം നടത്തി. അതോടുകൂടി ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഇത്തിരി മാറ്റമുണ്ടായി. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ തുടങ്ങി. എങ്കിലും ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒന്നുമില്ലേ? അതോ ഒരു ഉയർച്ചയും ഉണ്ടാകില്ലേ? തളർച്ചയാണോ എന്ന് ചോദിച്ചു. അങ്ങനൊന്നുമില്ല, എനിക്ക് നാണവും പേടിയാണെന്ന് ഞാൻ പറഞ്ഞു. നാണവും പേടിയും ഒളിപ്പിച്ചു വെച്ചാൽ ഒരു കാര്യങ്ങൾ നടക്കില്ല. ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞ് അവിടെ ആണിൻ്റെ റോൾ എനിക്കെടുക്കേണ്ടി വന്നു. ഞാൻ കടന്നു കയറാൻ ചെന്നപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് എല്ലാത്തിനും ഒരു അവസാനമുണ്ടാക്കിയിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമ്മതിച്ചു. കണ്ണടച്ച് കിടക്കുകയാണ്. കണ്ണടച്ചെങ്കിൽ നാളെ കണ്ണ് ഞാൻ തുറപ്പിക്കും വിശ്വാമിത്രൻ്റെ എന്ന് വിചാരിച്ച് മേനകയെപ്പോലെ ഞാൻ അത്യാവശ്യ കളം വരയ്ക്കലുകളൊക്കെ നടത്തി ഭർത്താവിൻ്റെ യഥാർത്ഥ വിശ്വരൂപം തിരിച്ചറിഞ്ഞു. ചില കുറവുകൾ എനിക്കവിടെ കണ്ടുപിടിക്കാനായി. ഞാൻ അവസാനം ചോദിച്ചു, സത്യം പറ, അച്ഛനോടുള്ള പേടി മാത്രമാണോ? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ പേടിച്ച് വിവാഹം കഴിക്കാതിരിക്കുന്നത്? സ്ത്രീകൾ നിങ്ങളെ ഇഷ്ടപ്പെടുമോ എന്ന് ഭയന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് തലയാട്ടി സമ്മതിച്ചു. നീ മനഃശാസ്ത്രജ്ഞയാണെന്ന് ചോദിച്ചു. ഞാൻ ഒരു യജ്ഞയുമല്ല, ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്, ഈ ലോകം കുറേ കണ്ടതാണ്. നമ്മുടെ വിവാഹം നടന്നു തന്നെ കുറേ താമസിച്ചല്ലേ. അപ്പോൾ എനിക്കും ജീവിതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ട്, അറിവുകളുണ്ട്. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇത് വെച്ചിട്ട് വെറുതെ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ ഓക്കെ ആക്കി തരാമെന്ന് പറഞ്ഞു. ഒരുമയുണ്ടെങ്കിൽ ഉലക്കയിലും കിടക്കാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അങ്ങനെയായപ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസായി. പതുക്കെ പ്രവൃത്തി പദത്തിൽ ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പിന്നീടുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്കും ഇഷ്ടമാകുന്ന രീതിയിലേക്ക് മാറി. എന്ന് വെച്ചിട്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നല്ലതായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഭാവിക്കുന്നതാണ്, അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അനുഭവങ്ങളൊന്നുമില്ലെങ്കിലും എത്രയോ വീഡിയോസ് ആണെങ്കിലും മറ്റുള്ളവരുടെ അനുഭവങ്ങളാണെങ്കിലും നമ്മൾ കേൾക്കുന്നതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ലെന്നറിയാം. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം എന്നുള്ള രീതിയിൽ പോയെങ്കിലേ ഈ ദാമ്പത്യ ജീവിതം പുഷ്ടിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ജീവിച്ച എനിക്ക് ഇതിനെക്കുറിച്ച് കുറ്റം പറയാൻ അവകാശമില്ല. പിന്നെ എൻ്റെ വീട്ടുകാർക്ക് സന്തോഷം. അവിടേക്ക് മാസം 10,000 രൂപ കൊടുക്കും. അത്യാവശ്യം ഏതാണ്ട് എല്ലാ ചിലവുകളും അവിടെ നടന്നു പോകും. അവർക്ക് പെരുത്ത് സന്തോഷം. ചുരുക്കം പറഞ്ഞാൽ ഇതുകൊണ്ട് എല്ലാവർക്കും ലാഭമുണ്ടായി. എനിക്ക് ലാഭം ഇത്തിരി കുറവാണ് നോക്കുമ്പോൾ. സാരമില്ല, ലാഭക്കുറവാണെങ്കിലും ലാഭം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ലാഭത്തിൻ്റെ മുകളിൽ കയറി ഇറങ്ങാൻ എനിക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഭർത്താവ് ഫംഗ്ഷനൊന്നും വരികയില്ല. അച്ഛൻ്റെ മുന്നിൽ അധികം വരാറില്ല. അവർ തമ്മിൽ സംസാരിക്കാറുമില്ല.
പുള്ളിക്കാരൻ അച്ഛൻ പോയ ശേഷമാണ് ഡൈനിങ് ടേബിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം എടുത്തു കൊടുക്കണം. ഇതൊക്കെയാണ് പതിവ്. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് അച്ഛൻ എങ്ങനെ പേടിപ്പിക്കുന്നത്? അത് പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഇത്തിരി പേടിപ്പിച്ച് വളർത്തി, അതുകൊണ്ടായിരിക്കും മോളെ. ഇങ്ങനെയല്ലേ കുട്ടികളെ വളർത്തേണ്ടതെന്ന് എനിക്കറിയാം. അച്ഛൻ ഇനി അങ്ങ് സ്നേഹത്തോട് പെരുമാറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ ഞാൻ ഇനി ചെന്നാലും അവൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ നോക്കിയതാണ്, പക്ഷേ അവൻ എന്നോട് വെറുപ്പുണ്ടെന്ന് തോന്നും. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല അഡ്ജസ്റ്റഡ് ആയല്ലോ മോളെ, അങ്ങനെ അങ്ങ് പോയാൽ മതി. പിന്നെ വേറൊരു കാര്യം, എന്തായാലും കല്യാണം കഴിഞ്ഞ് 1 വർഷമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് ടൂറിനൊക്കെ പോകും കേട്ടോ. നിങ്ങൾ രണ്ടുപേരും മാത്രം ഇവിടെ ജീവിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛന് നേരത്തെ പോകരുതായിരുന്നു. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. എന്തായാലും അത് കഴിഞ്ഞതിൽ പിന്നെ അച്ഛനും അമ്മയും മറ്റ് സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ തുടങ്ങി. അച്ഛൻ്റെ അനിയനുണ്ട്, അത് കാസർഗോഡാണ്. പിന്നെ മാംഗ്ലൂരാണ് ഒരു മകളെ കെട്ടിച്ചിരിക്കുന്നത്. 2 പെൺമക്കൾ വേറെ ഉണ്ട്. അതിൽ ഒരാൾ ബാംഗ്ലൂരുമാണ്. അവിടൊക്കെ പോയി നിൽക്കാൻ തുടങ്ങി. എന്തായാലും 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് പലരും വിശേഷമുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് നാത്തോന്മാർ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്ന്. അവർ പറഞ്ഞു അവനെ ശരിയാക്കി എടുത്തിട്ട് വേണം മോളെ എല്ലാം ശരിയാക്കാമെന്ന്. ഞാൻ പറഞ്ഞു ശരിയാക്കിയെടുത്തു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി പരിശോധിക്കാനാണെങ്കിൽ ആശുപത്രിയിലോട്ട് വരികയില്ല. ഞാൻ പോയി പരിശോധിച്ച് അതിന് റിപ്പോർട്ടുണ്ട്. ഞാൻ പക്കാ നോർമലാണ്. അതേ ഞാൻ ഇനി ആൾക്കാരോട് പറയുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. അതോടുകൂടി അവരുടെ നാക്ക് അടങ്ങി. പിന്നെ അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് ചോദിക്കാറില്ല. എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അവനെ ശല്യപ്പെടുത്താൻ പോകണ്ട എന്നുള്ളതാണ് അവരുടെ പാട്. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരും തളർന്നു. ഇപ്പോൾ റിലാക്സേഷനാണ്. മാസത്തിൽ 10 ദിവസം മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് മക്കളുടെ കൂടെ പോയി നിൽക്കും. ഞാനതിന് ഒട്ടും എതിര് പറയാറില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ, അതല്ലേ നല്ലത്. എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്താണ് ഇളയ മകൾ, അതായത് ഒരു 8 മാസത്തിന് മുമ്പാണ് ഇളയ മകൾ ആദ്യമായി ഗർഭിണിയാകുന്നത്. അവൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവളാണ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും എന്തോ ചികിത്സകളൊക്കെ ചെയ്ത് അവൾക്ക് കുട്ടികളാകാനുള്ള എല്ലാ ലക്ഷണങ്ങളുമായി. അത് കേട്ടതോടുകൂടി അമ്മായിമ്മ പെർമനൻ്റായിട്ട് അങ്ങോട്ടങ്ങ് മാറി. അമ്മായിച്ചൻ അവിടെ നിന്നു. ആ സമയത്താണ് എനിക്കറിയില്ല മരുമകനുമായി എന്തോ പ്രശ്നം ഉണ്ടാക്കി. ഒരു ദിവസം അമ്മായിച്ചൻ ബാഗ് എടുത്ത് ഇങ്ങി വന്നു. അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ ഞാനുമായിട്ട് ചേർന്ന് പോകും, അവൻ കുടിയനാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മായിച്ചൻ എന്തൊക്കെയോ പറഞ്ഞു. അമ്മായിമ്മയോട് ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എനിക്കറിയില്ലടി, ഇങ്ങേർക്ക് മൂക്കത്തല്ലേ ശുണ്ടി, അവനുമായിട്ട് കുടിച്ചിട്ട് വന്നപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായതാണ്. ഇങ്ങേർക്ക് ഈഗോയാണ്, അവന് ഈഗോയാണ്. എന്തായാലും ഇനി അച്ഛൻ ഇങ്ങോട്ട് വരില്ല മോളെ, അതുകൊണ്ട് മിക്കവാറും യാത്രകളും കാണില്ല. ഞാൻ നീ എന്തായാലും മോളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. നീ അച്ഛനെ നന്നായി ശ്രദ്ധിച്ചോണം, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നീ അച്ഛനോട് നന്നായി സംസാരിക്കണം. അച്ഛൻ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് അറിയാമല്ലോ. അവനാണെങ്കിൽ അച്ഛനോട് സംസാരിക്കുക അടുക്കുക ചെയ്യില്ല. ആ കുറവ് നീ തീർത്തേക്കണേ മോളെ. ഞാനും അച്ഛനും അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി എപ്പോഴും കളിയും ചെയ്യും തമാശയല്ലേ. അമ്മേ ഇതൊക്കെ എന്നോട് പറയണോ? അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അമ്മ നാത്തൂനെ നോക്കിക്കോ, ഞാനിവിടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്തായാലും ആദ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചന് ഒട്ടും തണുത്തിട്ടുണ്ടായിരുന്നില്ല. മരുമകൻ്റെ പ്രകടനത്തിൽ ഒട്ടും സംതൃപ്തനല്ലാത്തതുകൊണ്ട് അയാളെ കുറ്റം പറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ പറഞ്ഞു, അച്ഛനത് കാളാ, ഇവിടെ എന്തെല്ലാം സന്തോഷകരമായ കാര്യങ്ങൾ കിടക്കുന്നു, അച്ഛൻ എന്താ വേണ്ടെന്ന് പറ, എന്താ ഇഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ, ഞാൻ ഉണ്ടാക്കിത്തരാം, അല്ലാതെ എവിടെയോ കിടക്കുന്ന മരുമകനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി ഒത്തിരി കാലമായിട്ട് എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള പല കാര്യങ്ങളുമുണ്ട്, ഓരോ ദിവസം നീ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് എന്തുണ്ടാക്കാനാണ് ഇവിടെ സൗകര്യമില്ലാത്തത്, അച്ഛൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പാചക പരീക്ഷണങ്ങൾ ഞാൻ തുടങ്ങി. അതൊക്കെ അച്ഛൻ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. മിക്കവാറും സമയത്ത് അച്ഛൻ എൻ്റെ കൂടെ അടുക്കളയിലാണേ മറന്നിരുന്നിട്ട് പറയും, എടി ഇതിങ്ങനെ ചെയ്യ്, അങ്ങനെ മറച്ചിട്, ഇങ്ങനെ തിരിച്ചിടാനെന്നും. അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യും. കാര്യം എനിക്ക് കഴിക്കാം, അച്ഛനും കഴിക്കാം. ചുരുക്കം പറഞ്ഞാൽ അടുക്കളയാണല്ലോ ആരാമത്തിലേക്കുള്ള വഴി. പൂന്തോട്ടം അങ്ങനെ തുറക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അടുക്കളയിലാണ് ആദ്യം തുടങ്ങേണ്ടത് എന്നാണ് പണ്ട് സിനിമയിൽ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ അനുഭവവും. ഒരു ദിവസം 4 മണിയാകാറായപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നോ? അയ്യോ അച്ഛ, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ചെറുപഴമില്ല, എള്ളിടണ്ടേ? എള്ളില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. അതിനെന്താ, ഞാൻ പോയി കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ പോയിട്ട് വന്നു. എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്നെന്താ അച്ഛന് ഉണ്ണിയപ്പം തിന്നാൻ ഇത്ര മോഹം എന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ അങ്ങ് തോന്നി. സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മിക്കവാറും വഴക്കുണ്ടാക്കും. അവൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് 2
ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. അയ്യോ, അച്ഛനെന്താ പറഞ്ഞത്? അച്ഛനും അമ്മയും കൂടെ 24 മണിക്കൂറും ഭയങ്കര തമാശയും ചിരിയൊക്കെയല്ലേ? ആ, അതൊക്കെ അവിടെ ഇരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ എൻ്റെ ഇഷ്ടത്തിനൊന്നും അനുസരിച്ച് പൂർണ്ണമായി നിൽക്കുന്ന ഭാര്യയൊന്നും അല്ലത്. നിനക്ക് വെറുതെ തോന്നാണ്. നമ്മൾ പുറമെ കാണുന്ന പോലെയല്ല ആളുകൾ. പിന്നെ നീ നിന്റെ ഭർത്താവും പുറമെ കാണുമ്പോൾ അധികം മിണ്ടുന്നില്ല, പക്ഷെ നിങ്ങൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കാണുമായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെയുണ്ട്, പിന്നെ ചില സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനോട് എനിക്കത് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ അച്ഛനറിയാമല്ലോ, ഇത്രയും കാലമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കില്ല. പിന്നെ അച്ഛനൊന്ന് പറയാമെന്ന് വെച്ചാൽ അച്ഛനും പറയില്ല. എൻ്റെ പൊന്നുമോളെ ഉപദേശിക്കാനാണെങ്കിലും അവൻ്റെ അടുത്തേക്ക് ഞാൻ ഇനി പോകില്ല. കാര്യം പണ്ടെന്തോ കാര്യത്തിന് ഞാൻ സ്ട്രിക്റ്റായിട്ട് ഉപദേശിച്ചു. എന്ന് വെച്ചാൽ ഇവന് ജോലി കിട്ടി കഴിഞ്ഞിട്ടാണേ. ആ സമയത്ത് ഞാനെന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവൻ കൊച്ചിലെ എന്നെ അനുസരിക്കുമെങ്കിലും ആ സമയത്ത് ഇവൻ ഒരു കടുകൈ ചെയ്യാൻ ശ്രമിച്ചു. അതോടുകൂടി ഞാൻ മനസ്സിലാക്കി അവൻ സൈക്കോളജിക്കലി ഇത്തിരി വീക്കാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നീ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യൂ. കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. അവൻ സമാധാനത്തോടുകൂടി ഇരുന്നാൽ മതി. നീ ഒരു കാര്യം ചെയ്യേ, എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് മാറ്റി ഒന്ന് ശരിയാക്കിയെടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഭർത്താവ് ദുർബലാണെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അച്ഛനെ നിർബന്ധിച്ച് തള്ളി വിട്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛാന്ന്. മോളെ, ശരിക്കും ഞാൻ ഒരു കാര്യത്തിൽ നിന്നെ അഭിനന്ദിക്കുന്നു. എന്താ? അല്ല, ഇങ്ങനെയായിരിക്കണം ഒരു ഭാര്യ. എനിക്കിതുപോലൊരു ഭാര്യ കിട്ടിയില്ലല്ലോ. കാണാനൊക്കെ കൊള്ളാം, അല്ലെങ്കിൽ നല്ല സൗഹൃദമാണെങ്കിലും നിന്നെപ്പോലെ എല്ലാം മനസ്സിലാകുന്ന ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ വന്നില്ല. പക്ഷേ നീയായിരുന്നു അന്നത്തെ കാലത്തിൻ്റെ ഭാര്യയെങ്കിൽ ഞാനിപ്പോൾ എവിടെ ഇരുന്നേനെ? ഞാനെങ്ങനെ അറിയണ അച്ഛാ അച്ഛൻ എവിടെ ഇരിക്കുമെന്ന്? അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു നീ എന്നെ കുത്തുവാണല്ലേ. ഞാൻ പറഞ്ഞു കുത്തിയതല്ല, ഉള്ളത് പറഞ്ഞത്. ഞാനെങ്ങനെ അറിയാനാ? ഈ കാര്യത്തിൽ എനിക്കിനി അച്ഛനെ സഹായിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഉണ്ണിയപ്പം കടിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അച്ഛൻ്റെ ചെറിയ പ്രായത്തിലേക്ക് ഞാനെങ്ങനെ വരാനാ? വല്ല ടൈം ട്രാവൽ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അച്ഛൻ അത് കേട്ട് ചിരിച്ചു. നീ ഇടയ്ക്കായിട്ട് ജോക്കൊക്കെ കൂടുന്നുണ്ട്. നിന്റെ ഉണ്ണിയപ്പം പോലെ തന്നെ മാധുര്യമുള്ളതാണ് നിന്റെ വാക്കുകളും എന്ന് പറഞ്ഞു. ആഹാ, അച്ഛൻ നാടക ഡയലോഗൊക്കെ എഴുതാൻ തുടങ്ങിയോ? നാടക ഡയലോഗല്ല മോളെ. സത്യം പറഞ്ഞാൽ എൻ്റെ മോളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒത്തിരി ദുഃഖിച്ചാ വന്നത്. നീ അടുത്തുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷവാനായിരിക്കുന്നത്. ഞാൻ അച്ഛനെ അത്ഭുതത്തോട് നോക്കി. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു ദേ നിന്റെ കവളിൽ എന്തോ ഇരിക്കുന്നെന്ന്. ഞാൻ ചോദിച്ചു എന്ത് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ കൈകൊണ്ടത് തുടച്ചു കളഞ്ഞു. അതിനിടയ്ക്ക് ഒരു മുത്തവും തന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അച്ഛൻ എന്തായി കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ, പ്രവർത്തിച്ചതല്ലേ ഉള്ളൂ എന്ന്. അച്ഛാ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചേർന്ന് നിന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഉണ്ണിയപ്പത്തിൻ്റെ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, തിളച്ച് തൂവും. അപ്പം അച്ഛൻ പറയുകയാണ് തിളച്ച് തൂവാറായിരിക്കുന്നു മോളെ, എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ പിന്നോട്ട് മാറാൻ ഈ അച്ഛനെ കൊണ്ട് കഴിയില്ല. പ്ലീസ് അച്ഛാ വേണ്ട. അപ്പം അച്ഛൻ പറഞ്ഞു നീ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം തിന്നാമെങ്കിൽ എനിക്ക് എന്തും പറ്റും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട. ഇല്ല മോളെ, ഇനിയിപ്പോൾ അച്ഛൻ പിന്നോട്ടില്ല. കിച്ചൻ്റെയും അച്ഛൻ്റെയും നടുവിൽ ഞാൻ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു. തിരശ്ശീല പൊങ്ങിയാൽ പിന്നെ അരങ്ങത്ത് ആടാനും പാടാനും ആരാണ് മടിക്കുക? അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. സമ്മർദ്ദങ്ങൾ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇനി തിളച്ച എണ്ണയിൽ കിടന്ന് ഉണ്ണിയപ്പം കരിഞ്ഞു പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സ്റ്റൗ പോലും ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഉള്ളിലേക്ക് കടന്നു വന്ന പുതിയ അതിഥിയെ ഞാൻ പെട്ടെന്ന് തന്നെ സ്വാഗതം ചെയ്തെന്ന് തോന്നുന്നു. സ്ത്രീയുടെ മനസ്സ് പെട്ടെന്ന് മാറിപ്പോകും. അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ പറയാൻ പറ്റില്ല. ഉണ്ണിയപ്പമല്ല, വേണമെങ്കിൽ വട്ടയപ്പം വരെ അവൾ ഉണ്ടാക്കും. അങ്ങനെ അവസ്ഥയിലായിരുന്നു. കാളവണ്ടി യുഗത്തിൽ ഇത്രയും നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ യുഗങ്ങൾ മാറി പുതിയ ഒരു സൂപ്പർ സോണിക് യുഗത്തിലേക്ക് എത്തപ്പെട്ടതുപോലെ തോന്നി. ഏതോ യുദ്ധമുഖത്താണോ എന്ന് ഞാൻ പോലും ഭയന്നു പോയി. പക്ഷേ പ്രശ്നമില്ല, കാരണം മറ്റേതൊരു യുദ്ധവും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത്തരമൊരു യുദ്ധം അത് സ്നേഹം മാത്രം ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതുമാത്രമല്ല ഇരു കൂട്ടർക്കും വിജയം സമ്മാനിക്കുന്ന ഒരേ ഒരു യുദ്ധമേ ഉള്ളതാനും. അങ്ങനെ അവസ്ഥയായതുകൊണ്ട് അവിടെ തുടങ്ങി ഞാൻ ഉണ്ണിയപ്പം നിറയെ ചുട്ടു. ഇന്ന് നെയ്യപ്പം
നാളെ ഉണ്ണിയപ്പം, മറ്റന്നാൾ വട്ടയപ്പം, അത് കഴിഞ്ഞ് നെയ്യപ്പം, അത് കഴിഞ്ഞ് കരോലപ്പം. എന്തൊക്കെയാണെങ്കിലും അവസാനം പാലപ്പമായി മാറുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തുള്ളിച്ചാടുകയായിരുന്നു. അസുലഭമായ സൗഭാഗ്യങ്ങൾ എനിക്ക് അറിയാതെ കൈവന്നു. ഞാൻ ഇത്തിരി തുള്ളിച്ചാടി ഇളകിപ്പോയോ എന്ന് സംശയമുണ്ട്. സ്ഥലകാലബോധമില്ലാതെ ഞങ്ങൾ രണ്ടുപേരുമുള്ള വീട്ടിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവസരങ്ങൾ നിരവധി അനവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രായോഗിക തലങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തൊരുമയോടുകൂടി അക്ഷീണം പ്രവർത്തിച്ചു. ഇടയ്ക്ക് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഡേറ്റുകളൊന്നും നോക്കാതെയുള്ള കൂട്ടപ്പാച്ചിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പോൾ അച്ഛൻ എൻ്റെ കവളത്ത് നുള്ളിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ മോളെ, അതും ഒരു ശുഭവാർത്തയായി കലാശിക്കും. പക്ഷേ 1.5 മാസം മുമ്പാണ് ആ ശുഭവാർത്ത എനിക്ക് മനസ്സിലായത്. എനിക്ക് വലിയ പേടിയായിരുന്നു. ഭർത്താവിനോട് ഞാനത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിസ്സംഗനായിരുന്നതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് കേട്ടിട്ട് യാതൊരു വിധത്തിലും ഒന്നും തോന്നുന്നില്ലേ, നിങ്ങൾക്ക് സന്തോഷമില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എന്തിനാ സന്തോഷിക്കുന്നത്, അതിൽ എൻ്റെ കോൺട്രിബ്യൂഷനൊന്നുമില്ലെന്ന് എനിക്കറിയാമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടി. നിങ്ങൾ എന്താ ഉദ്ദേശം ചോദിച്ചപ്പോഴേക്കും അച്ഛൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ സൂചിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തായാലും നിനക്കൊന്നിലും താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ മരുമകൾ ഇവിടെ ഉണ്ടല്ലോ, ചിലപ്പോൾ അതിർത്തികൾ ഞാൻ ലംഘിച്ചേക്കും, നീ അത് കണ്ടില്ല എന്നടിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളിത് കേട്ടപ്പോൾ തിരിച്ചൊന്നും പ്രതികരിച്ചില്ലേ? ഇല്ല, ഇതെല്ലാം നിനക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നീയും ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയാതിരുന്നത്. അച്ഛൻ പറഞ്ഞതിനെ എതിർക്കാൻ എനിക്ക് അന്നും ഇന്നും കഴിയാറില്ല. പിന്നെ നീയും എതിർത്തില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? ആ വിഷയം സംസാരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകട്ടെ. ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണേലും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഇതൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഭർത്താവിന് യാതൊരു ഭാവമാറ്റവുമില്ല. എന്തെങ്കിലും ഒരു മാറ്റം കണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു പ്രശ്നം. ഇതങ്ങനൊന്നുമില്ല, എല്ലാറ്റിനും ഫുൾ സപ്പോർട്ട്. പഴയതുപോലെ എന്നോട് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇപ്പോൾ ചില സമയത്ത് എന്നോട് ഭർത്താവ് പറയാറുണ്ട്, നീ കുറച്ചു നേരം അച്ഛൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുക, ഈ അവസ്ഥയിൽ നിനക്കത് ഒത്തിരി റിലാക്സേഷൻ തരുമെന്നും. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥയും ആ ബന്ധങ്ങളുടെ അടിയൊഴുക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്ക് ഗുണം തന്നെയാണ്. എന്നാലും വളരെ വിചിത്രമായ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. അത് ശരിയാണ്, പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ആർക്കും പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ പോകുന്നു. എന്തായാലും നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ആ കോംപ്ലിക്കേഷൻസ് കൊണ്ട് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ എല്ലാം സമാധാനിക്കാനും ഈ സദാചാരം അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞത് കേൾക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും പുള്ളി ഒന്നും ട്രെയിൻ ആയിട്ടില്ല. അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വളർത്തിയതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. എതിർപ്പില്ലാത്ത ആൾക്കാരുടെ മനസ്സെന്താണെന്നറിയാമോ? ചിലപ്പോൾ എല്ലാം അനുസരിക്കുന്നൊരു മനസ്സായിരിക്കും. അതിലവർക്ക് സദാചാരമോ പൊസസീവ്നെസ്സോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ആയി പോയതായിരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാം അനുകൂലമായതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ പോകുന്നു. ഈ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്, കേൾക്കുന്നവർക്ക് അത്ര നല്ലതായി തോന്നണമെന്നില്ല. എന്തായാലും നമ്മളിത് പുതുമയുള്ള കഥയൊന്നുമല്ല, ചില എലമെൻറ്റ്സ് മാത്രമേ ഇതിനകത്ത് പുതുമയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഒത്തിരി വട്ടം വായിച്ചിട്ടുള്ള ടൈപ്പ് കഥകൾ തന്നെയാണ്. പിന്നെ എല്ലാ ദിവസവും കഥകളൊന്നും നമുക്കിപ്പോൾ എവിടെ നിന്ന് സൃഷ്ടിച്ചെടുക്കാനാണ്. അതുകൊണ്ടാണ് ഇത്തരം കഥകൾ നമ്മൾ വായിക്കുന്നത്. അല്ലാതെ ഇതിലെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുകയല്ല കേട്ടോ.